चलिए अब सीधे लिए चलते हैं आपको केरलम के तिरुवल्ला, जहां प्रधानमंत्री नरेंद्र मोदी चुनावी जनसभा को संबोधित कर रहे हैं। കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ നൽകിയിട്ടില്ല. നമ്മളുടെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഗ്രാമീണ ഇടറോഡുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വർഷങ്ങളായി ഇവിടെ ഒരു പുതിയ പാലം പണിയാൻ പോലും, ഒരു വൻകിട പാലം നിർമ്മിക്കാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വർണ്ണിക്കാൻ പോലും ആകാത്ത തരത്തിൽ വളരെ പരിതാപകരമാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇത്രയും അപര്യാപ്തത ഉള്ളയിടത്ത് എങ്ങനെ നമ്മുടെ ജീവിത നിലവാരം ഉയരും എന്നതിനെപ്പറ്റി എല്ലാവർക്കും ചിന്തയുണ്ടാകണം. എന്റെ സുഹൃത്തുക്കളെ, केरलम में कभी बीजेपी सरकार नहीं रही, लेकिन आप सबके आशीर्वाद से, देश की जनता जनार्दन के आशीर्वाद से हम केंद्र सरकार के जरिए केरलम के विकास में कोई कोर कसर नहीं छोड़ रहे। जब कांग्रेस दिल्ली में सत्ता में थी और एलडीएफ यूडीएफ दोनों मिलकर के दिल्ली में सरकार चलाते थे, उस समय केरलम को जो मदद मिली उसकी तुलना में एनडीए सरकार ने, मोदी सरकार ने 5 गुना ज्यादा पैसा केरलम को भेजा है. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായിട്ടില്ല. എന്നിട്ടും കേരളത്തിന്റെ വികസനത്തിനായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനദേവന്മാരുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹ ആശിസ്സോടുകൂടി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വികസനത്തിനായി കിട്ടിയ ഒരവസരവും ഞങ്ങൾ പാഴാക്കിയിട്ടില്ല. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്തേക്കാൾ 5 മടങ്ങ് അധികം തുകയാണ് മോദി സർക്കാർ, എൻഡിഎ സർക്കാർ കേരളത്തിനായി നൽകിയത്. എന്റെ സുഹൃത്തുക്കളെ, बीजेपी एनडीए को आपकी ईज ऑफ लिविंग और क्वालिटी ऑफ लाइफ दोनों की चिंता है. हमने पीएम आवास योजना के तहत गरीबों को पक्के घर दिए हैं. जल जीवन मिशन के तहत गांव-गांव पाइप से पानी पहुंचाने का काम हो रहा है. यहां रबर के किसान बड़ी संख्या में रहते हैं. केरलम के किसानों को हमने पीएम किसान सम्मान निधि के जरिए अराउंड 13,000 करोड़ रुपए की सहायता सीधी उनके बैंक खाते में पहुंचाई है. इससे रबर के किसानों को भी बहुत मदद मिली है. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആയാസരഹിതമായതും നിലവാരമുള്ളതുമായ ഒരു ജീവിതം നൽകലാണ് ബിജെപിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിരവധി പാവപ്പെട്ടവർക്കാണ് കേരളത്തിൽ സൗജന്യമായി വീട് നൽകിയത്. ജൽ ജീവൻ മിഷൻ അനുസരിച്ച് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാനുള്ള പ്രവർത്തനവും നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, ധാരാളം റബ്ബർ കർഷകരുള്ള ഒരു നാടാണ് ഇവിടം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി കേരളത്തിലെ കർഷകർക്ക് 13,000 കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി സൗജന്യമായി നൽകിയത്. കേരളത്തിലെ റബ്ബർ കർഷകർക്കും ഇതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. साथियों, नॉर्थ ईस्ट में ईसाई समाज की संख्या बहुत है. एक राज्य को छोड़ करके नॉर्थ ईस्ट के 7 राज्यों में एनडीए की सरकार है और वहां पिछले 50-60 साल में जो काम नहीं हुआ है वो हमने करके दिखाया है. गोवा में ईसाई समाज निर्णायक है.
गोवा के अंदर लगातार बीजेपी की सरकार, एनडीए की सरकार है। गोवा विकास की नई ऊंचाइयों को छू रहा है। केरल में भी एनडीए सरकार बनेगी तो विकास की नई ऊंचाइयों को पाएंगे। स्थानीय किसानों और फिशरमैन की हर समस्या का हम समाधान करेंगे। പ്രിയപ്പെട്ടവരെ, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ സമുദായം, ക്രിസ്തീയ മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ്. അതിലെ ഒരു സംസ്ഥാനം ഒഴികെ 7 സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യത്തിന്റെ സർക്കാരാണ് ഉള്ളത്. അവിടങ്ങളിൽ കഴിഞ്ഞ 50-60 വർഷം കൊണ്ട് നടക്കാത്ത പലതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ചെയ്തു കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോവ എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഗോവ. അവിടെ തുടർച്ചയായി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇന്ന് ഗോവ വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ തേടുകയാണ്. കേരളത്തിലും എൻഡിഎയുടെ സർക്കാർ വരും. കേരളം വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ തൊടുമെന്ന കാര്യം എനിക്കുറപ്പാണ്. അന്ന് കേരളത്തിലെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും എല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. एनडीए सुहृदगणे, केंद्र की एनडीए सरकार ही केरलम में आधुनिक इंफ्रास्ट्रक्चर और सुविधाओं पर जोर दे रही है। हम यहां नेशनल हाईवे बनाने को गति दे रहे हैं। रेलवे इंफ्रास्ट्रक्चर का विकास किया गया है। यहां रेलवे लाइनों की डबलिंग का काम भी पूरा हो गया है। कोट्यम से अब हाई स्पीड आधुनिक वंदे भारत ट्रेन भी चलाई जा रही है। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയെ ആധുനീകരിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വഴിമുട്ടി നിന്ന ദേശീയപാതയുടെ വികസനം നരേന്ദ്രമോദി സർക്കാരാണ് സാധ്യമാക്കിയത്. നമ്മുടെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാത ഇരട്ടിപ്പിക്കലിന്റെ ജോലി അന്തിമഘട്ടത്തിലെത്തി ഏതാണ്ട് പൂർണ്ണമായ അവസ്ഥയിലാണ്. ഇന്ന് കോട്ടയം വഴി അതിവേഗത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നുണ്ട്. एनडीए सुहृदगणे, यहां सबरीमला रेलवे प्रोजेक्ट इस क्षेत्र में नई संभावनाओं को खोल सकता है। इससे सबरीमला तक सीधी कनेक्टिविटी बढ़ेगी, श्रद्धालुओं की यात्रा आसान होगी, स्थानीय व्यापार को नई गति मिलेगी और मेरे नौजवान मित्रों को, मेरे युवा साथियों को, उनके लिए रोजगार के नए नए रास्ते खुलेंगे। लेकिन साथियों, आपको ये बात हमेशा याद रखनी है, यहां प्रदेश सरकार ने इस प्रोजेक्ट को आगे बढ़ाने की जगह उसको लटकाए रखा। तिरुवल्ला को इसका बहुत बड़ा नुकसान हो रहा है। जब बीजेपी की डबल इंजन सरकार आएगी तो ऐसी सभी रुकावटें हटेगी और ये मोदी की गारंटी है। एनडीए की राज्य सरकार में केरलम तेज गति से विकास की राह पर आगे बढ़ेगा। एनडीए सरकारिनो किडिल केरलम विकसनत्ते पातയിൽ അതിവേഗം മുന്നേറും. പ്രിയപ്പെട്ടവരെ, ശബരി റെയിൽ പദ്ധതി വരുന്നതോടുകൂടി നിരവധി പുതിയ അവസരങ്ങളാണ് തുറക്കാൻ പോകുന്നത്. ഇതുമൂലം ശബരിമലയിലേക്ക് നേരിട്ടുള്ള യാത്രാ സൗകര്യമുണ്ടാകും. തീർത്ഥാടനം അനായാസമാകും. പ്രാദേശികമായ കച്ചവടക്കാർക്ക് പുതിയ വഴി തെളിഞ്ഞു കിട്ടും. എന്റെ യുവ സുഹൃത്തുക്കൾക്ക്, യുവ സഹോദരങ്ങൾക്ക് പുതിയ തൊഴിലവസരത്തിന്റെ പാതകൾ തുറക്കപ്പെടും. എന്നാൽ
നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം. കേരളത്തിലെ ഈ സർക്കാരുകൾ ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ നഷ്ടം തിരുവല്ലയ്ക്കാണ് സംഭവിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി ഈ തടസ്സങ്ങളെല്ലാം മാറും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കേരളത്തിലെ NDA സർക്കാർ കേരളത്തെ അതിവേഗം വികസന പാതയിലേക്ക് കൈപിടിച്ച് നടത്തിക്കും. एनडीए सुहृदुक्കളെ, एनडीए की नीतियां का सबसे बड़ा लाभ अगर किसी वर्ग को होता है तो वो मेरी माताएं बहनें महिलाओं को होता है। महिलाओं का सशक्तिकरण, महिलाओं का प्रतिनिधित्व, ये हमारी प्राथमिकता है। हमने महिलाओं के जीवन से जुड़ी हर समस्या के समाधान का प्रयास किया है। हमने घर घर शौचालय बनवाए, जनधन खाते खुलवाए, महिलाओं के नाम, उनके घर महिलाओं के नाम पर बनवाए, मुद्रा लोन के जरिए अपना खुद का कारोबार शुरू करने वालों में बड़ी हिस्सेदारी महिलाओं की है, उनको बैंक से पैसा मिला है। हम विमेन सेल्फ हेल्प ग्रुप को भी लाखों करोड़ रुपए की मदद दे रहे हैं। लखपति दीदी का अभियान सफलतापूर्वक आगे बढ़ा है। पहले मैंने 3 करोड़ लखपति दीदी बनाने का लक्ष्य रखा था। देश में 3 करोड़ लखपति दीदी बन चुकी। अब मैंने और नई 3 करोड़ महिलाओं को लखपति दीदी बनाने का लक्ष्य रखा है। केरल में बीजेपी सरकार आएगी तो यहां भी डबल इंजन सरकार का सबसे बड़ा लाभ मेरी माताओं, बहनों को, बेटियों को, महिलाओं को मिलने वाला है। आपने देखा होगा, अभी हमने एक बड़ा कार्यक्रम शुरू किया है। भविष्य में माताओं, बहनों को कैंसर न हो, इसलिए 13-14 साल की बच्चियों को उनकी जांच करके एक वैक्सीन लेने की योजना है। ये भविष्य में हमारी माताओं, बहनों को, ये बेटियां जब बड़ी हो जाएगी वो कैंसर से बच पाएगी। इतना बड़ा काम आज देश की बेटियों के लिए, महिलाओं के लिए, माताओं के लिए एनडीए भाजपा सरकार कर रही है। പ്രിയപ്പെട്ടവരെ, ദേശീയ ജനാധിപത്യ സർക്കാരിന്റെ നയങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്ത്രീകൾക്കാണ്, അമ്മമാർക്കാണ്, നമ്മുടെ പെൺമക്കൾക്കാണ്. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യവും ഒക്കെ നമ്മളുടെ പ്രാഥമികമായ ദൗത്യമാണ്. സ്ത്രീകളുടെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾക്ക് നമ്മുടെ സർക്കാർ പരിഹാരം കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും ശൗചാലയം എത്തിച്ചു, ജൻധൻ അക്കൗണ്ടുകൾ തുറന്നു, സ്ത്രീകളുടെ പേരിൽ വീടുകൾ നിർമ്മിച്ചു നൽകി. അതോടൊപ്പം തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി വായ്പ നൽകുന്ന മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളിൽ കൂടുതലും ഇന്ന് സ്ത്രീകളാണ്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് സഹായമായി നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ലഖ്പതി ദീദി എന്നുള്ളത്. നമ്മളുടെ സ്ത്രീകളെ ലക്ഷാധിപതികളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഈ പദ്ധതി 3 കോടി ആൾക്കാർക്ക് നൽകാനാണ് ലക്ഷ്യം വെച്ചിരുന്നത്. അത് പൂർത്തിയാക്കിയിട്ട് അടുത്ത 3 കോടി സ്ത്രീകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ക്യാൻസർ രോഗം വരാതിരിക്കാൻ, ഗർഭാശയ ക്യാൻസർ അടക്കമുള്ളതിന്റെ പ്രതിരോധത്തിന് വേണ്ടി 13-14 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ക്യാൻസർ വാക്സിൻ നൽകാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ സ്ത്രീ സൗഹൃദമായ ഒരു പദ്ധതിയും രാജ്യത്ത് നാളിതുവരെ നടന്നിട്ടില്ല. കേരളത്തിലും ബിജെപിയുടെ നേതൃത്വത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്നത് നമ്മുടെ അമ്മമാർക്കാണ്, പെൺകുഞ്ഞുങ്ങൾക്കാണ്, സഹോദരിമാർക്കാണ്. एनडीए
सुरदगढ़े ये हमारी ही सरकार है जिसने लोकसभा और विधानसभा में महिलाओं को 33% रिजर्वेशन दिया है। और आप सभी की जानकारी में है कि बजट सत्र का हमने पूर्णाहुति करने के बजाय उसका विस्तार किया है। 3 दिन के लिए 16, 17, 18 अप्रैल को संसद फिर से मिलने वाली है। आपको पता है क्यों मिलने वाली है? जो कानून हमने पारित किया है 33% महिलाओं के लिए 2029 में लोकसभा के चुनाव से इसका लाभ मिलना शुरू हो जाए। 33% बहनें पार्लियामेंट में आकर के बैठे, इसके लिए कानून बनाने की जरूरत है। जैसे पार्लियामेंट ने सर्वसम्मति से महिला आरक्षण का बिल पास किया था, वैसे ही 16, 17, 18 को 2 काम करने हैं। केरल हो, तमिलनाडु हो, बाकी राज्य हो, जिन्होंने जनसंख्या नियंत्रण में अच्छा काम किया है। लोग झूठ फैला रहे हैं कि जनसंख्या कम हो रही है तो सीटें कम हो जाएगी। हम इस बार पार्लियामेंट में पक्का करना चाहते हैं, पार्लियामेंट में कानून पे थप्पा लगाना चाहते हैं कि केरल हो, तमिलनाडु हो, कर्नाटक हो, आंध्र हो, गोवा हो, तेलंगाना हो, कहीं पर भी लोकसभा की सीटें कम न हो, इसका थप्पा लगाने के लिए। और दूसरा, महिलाओं के लिए जो सीटें होगी वो अतिरिक्त सीटें बढ़ जाए। इतना बड़ा फायदा हमारे दक्षिण भारत के राज्यों को मिले, इसके लिए हम कानून संशोधन के लिए सत्र बुला रहे हैं। हमने कांग्रेस के लोगों को मीटिंग के लिए बुलाया। हम आशा करते हैं कि वो हमारी बात मान करके आएंगे। हमने इंडिया अलायंस के मित्रों से बात की है। आप भी लोगों को बताइए, कांग्रेस के लोगों को बताइए, एलडीएफ के लोगों को बताएं कि महिलाओं के अधिकार का एक कानून निर्विरोध पास होना चाहिए। ये उनसे वादा लीजिए आप लोग। और मैं उनसे भी प्रार्थना करता हूं कि मेरी माताओं बहनों का ये हक 40 साल से लटका हुआ है, अब 2029 के चुनाव में फिर से लटकना नहीं चाहिए। इसलिए मैं सभी राजनीतिक दलों पर, देश की माताएं बहनें दबाव डालें, सब संसद में आए और इस कानून को पारित करें। महिला जनप्रतिनिधियों की संख्या, इस विषय को देखते हुए नारी शक्ति बंधन कानून में संशोधन किया जाएगा।